എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി ടൗണിനടുത്തായിട്ട് കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 4.5 സെൻറ്റ് ലാൻഡിലായിട്ട് 2022 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണത്. ഏകദേശം 12ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. മെയിൻ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു വീടിൻ്റെ വിശേഷവുമായിട്ടാണ്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പുക്കാട്ടുപടി ടൗണിലേക്ക് ഏകദേശം 3 കിലോമീറ്ററും കൂടാതെ എടപ്പള്ളി ലുലു മാളിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ഏകദേശം 12 കിലോമീറ്ററുമാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ഏകദേശം 10 കിലോമീറ്ററുമാണ്. ഇവിടുന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്കും അതിൽ പെരുമ്പാവൂർ ടൗണിലേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൗകര്യം നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ്. ഈ കാണുന്ന വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. പക്ക കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലവേഷൻ വരുന്നത്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ബോക്സ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റിങ്ങുകളും എല്ലാം കൊടുത്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനിലാണ് എലവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഡിസൈനാണ് കോമ്പൗണ്ട് വാളിലേക്ക് ഫോളോ ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളർ പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 പില്ലറിലായിട്ടും ഗേറ്റ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. GI ഫ്രെയിമിൽ തീർത്ത ഒരു സ്ലൈഡിങ് ഗേറ്റും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഫോൾഡിങ് ഗേറ്റും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വലിപ്പമുള്ള കവേർഡ് പാർക്കിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു XUV നമുക്ക് ഈ കവേർഡ് പാർക്കിങ്ങിൽ നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഒരു അഡീഷണൽ പാർക്കിംഗ് സ്പേസ് വരുന്നിടത്തിൽ നമുക്ക് 2 ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തും അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്തായിട്ട് ഒരു ശുദ്ധമായ കിണറുവെള്ളം കിട്ടുന്ന ഒരു കിണറിൻ്റെ സൗകര്യവും കൂടാതെ KWA വാട്ടർ കണക്ഷനും ബിൽഡർ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. ഈ ഭാഗത്തും അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ടാപ്പിൻ്റെ സൗകര്യം ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ തൂണിലൊക്കെ ആയിട്ട് നല്ല രീതിയിലൊരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിലായിട്ട് ഗ്രാനൈറ്റിൻ്റെ ബോർഡറിൽ ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യം വരുന്നുണ്ട്. ജംഗ്ഷൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 2 പാളി വിൻഡോ വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ്. ഫ്രണ്ട് ഡോർ കൊടുത്തിരിക്കുന്നത് സിംഗിൾ പാളി ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിലൊരു TV യൂണിറ്റിൻ്റെ വർക്ക്, വലിയ TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം വരുന്നുണ്ട്. L ഷേപ്പിൽ വരുന്ന കോർണർ സെറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഈ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. സീലിങ്ങിൽ വരുമ്പോൾ നല്ല രീതിയിലൊരു ഫോൾ സീലിംഗ് വർക്ക് കളർ വൈറ്റ് കളർ പാറ്റേണിൽ LED ലൈറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. സ്വിച്ചസ് എല്ലാം വരുന്നത് ലെഗ്രാൻഡിൻ്റെ ALC മോഡലാണ്. V-ഗാർഡിൻ്റെയാണ് കേബിളുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിലുള്ള പാസേജിലായിട്ട് ചെറിയൊരു പാർട്ടീഷൻ വർക്കുകൾ കൊടുത്തിട്ട് ഒരു വുഡൻ കളർ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ വാട്ട് LED ലൈറ്റുകളുടെ പ്രൊവിഷൻ വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെയിം ടൈൽ പാറ്റേൺ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വരുമ്പോൾ നമ്മുടെ സ്റ്റെയറിൻ്റെ താഴ്വശത്തായിട്ട് ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ്റെ സൗകര്യം വരുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. സെറയുടെയാണ് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചണും ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പാർട്ടീഷൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. ഒരു ബീജ് കളറിൽ വരുന്ന കബോർഡിൻ്റെ കളറുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തായിട്ടൊരു 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ജംഗ്ഷൻ ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിൻ്റെ താഴ്വശത്തായിട്ടും കബോർഡ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് ഒരു ക്വാളിറ്റിയുള്ള ഒരു സിങ്കും അതിനോടനുബന്ധിച്ച് ഒരു 2 ടാപ്പുകളും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് ബിൽഡർ നമുക്ക് നൽകുന്നതാണ്. ഇതിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ വരുന്നത്. അത്യാവശ്യം ഒരു 160 സ്ക്വയർ ഫീറ്റൊക്കെ വലിപ്പം വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. വടക്ക് വശത്തേക്ക് ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കബോർഡ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
അതുപോലെ ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്കും ഒരു 3 പാളി വിൻഡോയുടെ പ്രൊവിഷൻ വരുന്നുണ്ട്. ഇനി നമ്മൾ വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലെങ്തി ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സെറയുടെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. 2 ലോങ് ബോഡി ടാപ്പുകളുടെ സൗകര്യവും റെയിൻ ഷവറിൻ്റെ സൗകര്യവും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമിലാണ് വരുന്നത്. ഏകദേശം ഒരു 145 സ്ക്വയർ ഫീറ്റോളം വരുന്ന ബെഡ്റൂമാണ്. തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. തെക്ക് ഭാഗത്തേക്ക് 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. കിഴക്ക് വശത്തേക്കും 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റിങ്ങിൻ്റെ സൗകര്യം വരുന്നുണ്ട്. കബോർഡ് സ്പേസുകൾ വരുന്നത് ഈ ഭാഗത്താണ്. 3 പാളി കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇനി ഇതിനോട് അറ്റാച്ച്ഡായിട്ട് മിററിൻ്റെ സൗകര്യമെല്ലാം ബിൽഡർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു ബാത്റൂം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സെയിം ഫിറ്റിങ്സുകൾ തന്നെ ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ സൗകര്യത്തിലേക്കാണ് വരുന്നത്. ഡൈനിങ് റൂമിൽ നിന്നിട്ടാണ് സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്ലോക്ക് വൈസ് സ്റ്റെയർ തന്നെയാണ് വരുന്നത്. ഹാൻഡ് റെയിലായിട്ട് SS-ൻ്റെ സ്ക്വയർ ട്യൂബിൽ ഒരു മാസ്റ്റർ ലെഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാക്ക് വേലായിട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ്. റൈസറായിട്ട് ടൈലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴ്വശത്തായിട്ട് ഇൻവെർട്ടറൊക്കെ വയ്ക്കാനായിട്ടുള്ള ഒരു ക്യാബിൻ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെയർ കയറി ലാൻഡിങ്ങിൽ എത്തുമ്പോൾ ഇവിടെ ഒരു പർഗോള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഒരു ഡബിൾ ലൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ ഭാഗം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലെത്തി കഴിഞ്ഞാൽ ഹാൻഡ് റെയിലിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഭാഗത്തായിട്ടും വരുന്നുണ്ട്. ആ ഭിത്തിയിലായിട്ടും പർഗോള ഡിസൈൻസ് വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസാണ് നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നത്. നല്ലൊരു വലിയ രീതിയിൽ സെറ്റിയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം വരുന്നുണ്ട്. ഒരു സ്റ്റഡി ഏരിയയൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന 2 പാളി വിൻഡോ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഏകദേശം ഒരു 160ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന സെയിം ബെഡ്റൂം തന്നെയാണ് കിട്ടുന്നത്. നല്ല രീതിയിൽ കബോർഡ് വർക്കുകൾ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോട് അറ്റാച്ച്ഡായിട്ട് മിററിൻ്റെ സൗകര്യം വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് തെക്ക് ഭാഗത്തേക്ക് ഒരു 3 പാളി വിൻഡോ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. താഴെ കണ്ട അതേ സെയിം ബാത്റൂം തന്നെ ആയതുകൊണ്ട് ഒരു ലെങ്തി ബാത്റൂം തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. സെയിം ഫിറ്റിങ്സുകളും കാര്യങ്ങളും തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഏകദേശം 145ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബെഡ്റൂം തന്നെയാണ് വരുന്നത്. സെയിം ടൈലിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. 3 പാളി വിൻഡോ ഒരു ഭിത്തിയിലായിട്ട് വരുന്നുണ്ട്. കിഴക്ക് ഭാഗത്തായിട്ടും ഒരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് കളർ തീം തന്നെയാണ് അതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസ് വരുന്നത് ഈ ഭാഗത്താണ്. ഒരു ചെറിയ ബാത്റൂം സ്പേസാണ് കിട്ടുന്നുള്ളെങ്കിൽ സെയിം ഫിറ്റിങ്സുകളും കാര്യങ്ങളും തന്നെ ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വാഷിംഗ് മെഷീൻ വയ്ക്കാൻ പറ്റുന്ന സൗകര്യം ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്കുള്ള സ്റ്റെയർ കോൺക്രീറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിൽ GI ഫ്രെയിം ഉപയോഗിച്ചിട്ടുണ്ട്. റൂഫ് വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യം ചെറിയൊരു ബാൽക്കണി സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഹാൻഡ് റെയിലിനായിട്ട് ടഫൻ ഗ്ലാസ്സിൽ SS-ൻ്റെ സ്ക്വയർ ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ ഭാഗത്തും ബാൽക്കണി ഏരിയ വരുന്നുണ്ട്. ഒരു വെറൈറ്റി ടൈൽ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഫോൾ സീലിംഗ് വർക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ജംഗ്ഷൻ ലൈറ്റുകൾ വരുന്നുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് ടഫൻ ഗ്ലാസ്സിൽ SS-ൻ്റെ സ്ക്വയർ ട്യൂബ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ്. എറണാകുളം ജില്ലയിലെ കാക്കനാട് പുക്കാട്ടുപടി ടൗണിനടുത്തായിട്ട് കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 12ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയാണിത്. ഇതിനകത്ത് ഇനി നമുക്ക് 11ഓളം വീടുകളും സോൾഡ് ഔട്ടായി. ഇനി ലാസ്റ്റ് പണി തീർന്നിരിക്കുന്ന ഈ വീട് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ
4.5 സെൻറ്റ് ലാൻഡിലായിട്ട് 2022 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടിയുള്ള ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 78 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും നമുക്ക് ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനോ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.